വോട്ട് എന്താ സംഭവം? അപ്പോൾ ഇന്ന് ഇലക്ഷൻ ആണല്ലോ, എല്ലായിടത്തും വോട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആലപ്പുഴയിലാണല്ലോ വീട്. സോ ഹൗ വിൽ ഐ ഡു ദ വോട്ടിംഗ് എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ, സത്യം പറഞ്ഞാൽ ഈ സീനകത്ത് ഞാൻ ഇല്ല. 18 വയസ്സ് തൊട്ട് 27 വയസ്സ് വരെയുള്ള 9 വർഷമായിട്ട് ഒരൊറ്റ വോട്ടിംഗ് ഞാൻ ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാനോട്ട് പ്ലാൻ ചെയ്യണമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ നാടിനോടും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടൊന്നും ഒരു കൂറുമില്ല. വിവരമില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായി അല്ലെങ്കിൽ അഹങ്കാരമായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. പിന്നെ പോലെ ഇവൻ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട്. ഞാൻ വോട്ട് ചെയ്യാറില്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ വോട്ട് ചെയ്തിട്ട് ഏതോ വന്നാലും കണക്ക് തന്നെയാണ് എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടെ പറയുന്ന കുറെ ആൾക്കാരെ നിങ്ങൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ റോഡ് ശരിയില്ല, പാലം ശരിയില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, നമുക്ക് വികസനം വരുന്നില്ല, ജോലിയില്ല, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മൾ ഒറ്റ വോട്ട് കൊണ്ട് മാത്രമാണ്. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. ഇവിടെ ഓരോ ആൾക്കാർ, അതായത് ഓരോ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഓരോ പാർട്ടികൾ ഇങ്ങനെ മാറി വരുമ്പോഴും അവരെയൊക്കെ മാറ്റിക്കൊണ്ടുവരുന്നത് നമ്മൾ ഓരോ ആൾക്കാരും ചെയ്യുന്ന വോട്ടാണ്. ഇപ്പം നിങ്ങളിപ്പോൾ പ്രതിഷേധമായിട്ട് നോട്ട് ചെയ്തു, അങ്ങനെ നോട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ഇവിടെ ആരെങ്കിലും ഭരണത്തിൽ വരാതിരിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ വോട്ട് ചെയ്യാതിരുന്നിട്ട് വേറെ ആരെങ്കിലും ഇപ്പം ഭരണത്തിൽ വരാതിരിക്കുമോ? അതുമില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിലാണ് ഇപ്പം പല ആൾക്കാരും വോട്ട് ചെയ്യുന്നത്. സോ ആ രീതിയിൽ ചെയ്യാനുള്ള റീസൺ എന്താ? മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇവനെങ്കിലും വന്നാൽ നന്നാവും എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഓരോ ആൾക്കാരും വോട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്തിന്റെ കാര്യം എടുത്താൽ തന്നെ നമ്മൾ ആരും വിചാരിക്കാതെ BJP അവിടെ അധികാരത്തിലാണ്. അതെന്തുകൊണ്ടാണ്? അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മടുത്തു. സോ ഇനി പുതിയ ആൾക്കാർ വന്നാലെങ്കിലും വല്ല മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചെയ്തത്. അല്ലാതെ ഇവനെ പോലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ നമ്മൾ എന്തിനാണ് വോട്ട് ചെയ്തിട്ട് വെറുതെ എന്തിനാണ് എന്ന് ചിന്തിക്കുവാണെങ്കിൽ മുന്നേ ഭരിച്ചാരാണോ അവരെന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പം ഭരണത്തിൽ വരും. ഈ ജനങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണോ ബുദ്ധിമുട്ടിച്ചത് അതേപോലെ തന്നെ ബുദ്ധിമുട്ടും. പകരം അവരെല്ലാവരും വോട്ട് ചെയ്ത് പുതിയ ആൾ വന്നു, പുതിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കറിയില്ല. സോ എന്ത് തന്നെയാലും ഇതേപോലുള്ള ഓരോ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോ വോട്ടും യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നേരത്തെ വോട്ട് ഇതിനെ കൊണ്ട് വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പല മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. അതിന് നിങ്ങൾ വോട്ട് ചെയ്യണം. അല്ലാതെ ഇതേപോലുള്ള ആൾക്കാരെ പോലെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ അവകാശമാണ്. ആ ഒരു അവകാശം നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങളും കൊണ്ടുവരും. നല്ല രീതിയിൽ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി വല്ലതൊക്കെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വോട്ട് ചെയ്യാറില്ല, എനിക്ക് ഇവരോട് വലിയ കൂറൊന്നുമില്ല എന്ന് പറയുന്നത് വലിയ മാസമായിട്ടുള്ള കാര്യമല്ല. അത് വെറും